ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തംബ്നെയില് കണ്ട പോലെ തന്നെ ഒരു ഓട്ടടൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആ ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ അതിലേക്കുള്ള കറികളും ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ലാസ്റ്റാണ് കടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് റെഡിയാക്കാനുള്ള ഉള്ളി വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെയാണ്. പിന്നെ ബീഫ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുകൊണ്ട് അതൊരു ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഗോൾഡൻ കളർ ആയിട്ടില്ല, കുറച്ച് വാടിയാണ്. തക്കാളി ഞാൻ തൊലി കളഞ്ഞങ്ങാണ്ട് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് അതിക്കിട്ട് കൊടുത്തിണ്. അപ്പോൾ ആ തക്കാളി ഒന്നാണ് വാടി വന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ തക്കാളി ഒന്നാണ് വാടി വന്നിട്ട് അതിക്ക് ബീഫ് ഇടാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നതാണ്, ഒക്കെ വെന്ത് ബീഫ് അതിക്കിട്ടു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാവണമല്ലോ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം ഒന്നും വറ്റി വരുന്നത് വരെ ചൂടാവട്ടെ എന്ന് കരുതിയിട്ടോ. പിന്നെ ഞാനിന്ന് പൊരിക്കടി ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ. ഒരു പഴം എടുത്ത് കണ്ടാട്ടോ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് മാത്രം ഒരിത്തിരി പോരെ. അപ്പോൾ ഒരു പഴം കൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഒരു 8 ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജാർക്ക് ഒരു ഇത്തിരി ചോറ്, ഞാൻ അപ്പസോഡ ഒന്നും കൂട്ടൂല കേട്ടോ. അപ്പോൾ ജാർക്ക് ഒരു ഇത്തിരി ചോറ്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ഏലക്കായൻ്റെ പൊടി ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ആ പൊടി ഇട്ടുകൊണ്ട് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ അടിച്ച ആ വെള്ളം കൊണ്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. പഴംപൊരിക്കുള്ള മാവ് കുഴച്ചുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചാൽ തന്നെ നല്ല വൃത്തിക്ക് കിട്ടും. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആകെ 2 പ്രാവശ്യം ഇടാനുള്ളൂ കേട്ടോ. 4 8 ഉള്ളൂ. നടുവെ പൊളിച്ചിട്ട് മുറിച്ചിട്ട് അങ്ങനത്തെ ഒരു പഴംപൊരിയാണ് കേട്ടോ. ചെറുതാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ വെറുതെ അതും ഇതും കെമിക്കലൊക്കെ കൂട്ടിങ്ങാണ്ട് ഉണ്ടാക്കണ്ടല്ലോ, ഹെൽത്തി ആയിങ്ങാണ്ട് തന്നെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ ചോറ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷേ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റല്ലേ വേണ്ടത്. കടയിലൊക്കെ വിൽക്കാൻ വെക്കുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ഭംഗിയും കൂടി വേണം, ഭംഗി കണ്ടാലേ ആൾക്കാർ വാങ്ങുള്ളൂ. അപ്പോൾ വീട്ടിലാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോണ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് കുക്കറിലൊന്ന് വേവിച്ചതാണ്. അതിക്ക് പാലൊഴിച്ചിട്ട് ഒരു ഏലക്കായും പഞ്ചസാര ഇട്ടുകൊണ്ട് മിക്സിയിൽ അടിച്ചാൽ ഒന്നിട്ട് അരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ക്യാരറ്റ് ജ്യൂസ് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ആ ജ്യൂസാണെന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ ഓട്ടട ചുടാനുള്ള ഏർപ്പാടൊക്കെ തുടങ്ങി കേട്ടോ. ഓട്ടടക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1.5 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് അത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിക്ക് 1/2 കപ്പ് ചോറിട്ട് ഉപ്പിട്ടു, പിന്നെ 1 സ്പൂണ് തേങ്ങ ഇട്ടു അരച്ചപ്പോൾ കേട്ടോ. പിന്നെ അരവ് കഴിഞ്ഞിട്ട് 1 സ്പൂണ് തേങ്ങയും കൂടി അരക്കാതെ ഇട്ടു. പിന്നെ അതങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ചുട്ടെടുക്കുമ്പോൾ എന്താണ് ഗ്യാസുമ്മ ചുട്ടെടുക്കുന്നതിനെക്കാട്ടും നല്ലത് വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തീയും ഇതൊക്കെ നമുക്ക് കറക്റ്റിൽ കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ചട്ടി ചൂടായതിന് ശേഷം ആണ് ഓട്ടട അതിക്ക് പാരേണ്ടത് കേട്ടോ, ആ ബാറ്റർ. പിന്നെ ആ പാർന്ന് കഴിഞ്ഞിട്ട് തീ കുറച്ച് കുറക്കും വേണം. അപ്പോൾ അതായത് നമ്മൾ ആ തീയിൻ്റെ കൊള്ളി ഒന്നിട്ട് വലിച്ചു വെച്ചാൽ തന്നെ ആ തീ നമുക്ക് കുറച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. അതിലൊരു കരിഞ്ഞൊരു ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലത്തെ അടിപൊളി ഓട്ടട കിട്ടും കേട്ടോ നമുക്ക്. കരിയാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.